ഓർക്കുക പ്രിയപ്പെട്ടവരെ, അവൻ്റെ മുറിവിനാലാണ് നാം സൗഖ്യം പ്രാപിച്ചത്. ഗെത്സമേൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെ കഠോരമായ സമാനതകളില്ലാത്ത വേദനയുടെ അനുഭവം. പക്ഷേ അവിടുന്ന് പരാതിയും പരിഭവവും പറഞ്ഞില്ല. ഒന്നു മാത്രം, എൻ്റെ ജനത്തോട് കരുണ തോന്നണേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതന്റെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടേ. അവൻ്റെ ശരീരത്തിലേറ്റ ഓരോ അടിയും ഓരോ മുറിവും എൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. നീ തിരിച്ചറിയുക. നീ മനസ്സറിവോടെ സമ്മതത്തോടെ ഒരു തെറ്റ് ചെയ്തപ്പോൾ കർത്താവിനെ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. എത്രയോ തവണ അവിടെ നിന്ന് വേച്ചു വീണുപോയി. ഭാരമേറിയ കുരിശുമരം അവന്റെ തിരിച്ചോളിൽ വെച്ചു കൊടുത്തില്ല. ശിരസിൽ മുൾമുടി ആഴ്ന്നിറങ്ങിയപ്പോൾ രക്തം ധാരധാരയായി ഒഴുകി. പാകമാകാത്ത കുരിശിലേക്ക് കൈകാലുകൾ കയറുകെട്ടി വലിച്ചപ്പോ സന്ധിബന്ധങ്ങൾ പൊട്ടിത്തകരുന്ന കഠോരമായ വേദന. പീലാത്തോസിന്റെ അരമനയിൽ കൽത്തൂണിൽ കെട്ടപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് ചാട്ടവാറുകൾ ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ മാംസകഷ്ണങ്ങൾ തെറിച്ചുപോയി. എങ്കിലും അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് മാത്രം, ഇവരോട് ക്ഷമിക്കണേ, ഇവർക്ക് കരുണയാകണേ, ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ.